കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി ഇന്ത്യൻ്റെ സീസൺ 2 എപ്പിസോഡ് 1 ആണ് ഗൈസ്. ഇത് ഇവിടെ തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു റീസൺ ഉണ്ട്. നമ്മൾ ഓൾറെഡി സീസൺ 1 സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിന് നമുക്ക് ഒട്ടും തന്നെ സപ്പോർട്ടില്ലാതെ നമുക്കൊരു സീരീസും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അത് എത്ര പോപ്പുലർ ആണെന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. വൺ ഓഫ് മൈ ഫേവററ്റ് ഉള്ള മാൻഹു ആണ് ദി ബിഗിനിങ് ആഫ്റ്റർ ദി. പക്ഷേ ഈവൻ അതിന് സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ സീസൺ 2 പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത് ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത്. ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു സീരീസ് പർട്ടിക്കുലറായി മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഇട്ട എല്ലാ ബിഗിനിങ് ആഫ്റ്റർ ദി വീഡിയോ നമ്മൾ ടേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ ജാസ്മിനും ആർത്തറും കൂടെ അവിടെയുള്ള ഒരു അഡ്വഞ്ചർ ഹാളിലേക്ക് ചെന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തായിട്ട് ഒത്തിരി അധികം ആൾക്കാരുണ്ടായിരുന്നു. അവർ നടക്കുന്ന വഴിയാണ് ജാസ്മിൻ പറയുന്നത്, നിൻ്റെ ബോണ്ടിനെ കാണാൻ കുറച്ചധികം ഡിഫറെൻ്റ് ആണല്ലോ. അത് പിന്നെ ഞാൻ റീസെൻ്റിലാണ് അറിഞ്ഞത്. അവൾക്ക് അവളുടെ രൂപം ചെറുതായിട്ട് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഒരു ബ്ലാക്ക് ലിസാറിനെ പോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അധികം ഡൗട്ടൊന്നും വരത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്ന് അവിടെയുള്ള ഒരു ഓഫീസിൻ്റെ വാതിൽക്ക് എത്തിയിട്ടുണ്ട്. അവൾ പറയുന്നുണ്ട്, സൈറസ് അഡ്വഞ്ചറുകളിലേക്ക് സ്വാഗതം, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? അടുത്ത സെക്കൻഡ് തന്നെ ഒരു പേപ്പർ വെച്ചിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാൻ ഇവനെ ഒരു എ റാങ്കിലേക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഒരു എ റാങ്ക് എക്സാമിനേഷന് വേണ്ടി. അപ്പോൾ തന്നെ പുള്ളിക്കാരി പുറത്തിറങ്ങി നിന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഒരു എക്സാം നടപ്പുണ്ട്, സോ അധികം ഒന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ അവിടേക്ക് പോകാം. എന്നാൽ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു മെയിൻ ഓഫീസിലേക്കാണ് അവർ രണ്ടുപേരെ അവൾ കൊണ്ടുവന്നത്. സാർ, എ ക്ലാസ് അഡ്വഞ്ചർ ആയിട്ടുള്ള ജാസ്മിൻ ഫ്രെയിംസ്വർത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരുടെ ഒരു ജെന്റിൽമാനെ എ റാങ്ക് എക്സാമിനേഷന് സ്പോൺസർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഫ്ലെയിംസ്വർത്തോ? മേരി, നീ എങ്കിൽ പുറത്തു നിന്നോ, ഞാൻ അവരുടെ നിന്ന് സംസാരിക്കട്ടെ. മിസ് ഫ്ലെയിംസ്വർത്ത്, ഞാൻ താങ്കളുടെ അച്ഛനെ കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ കണ്ടിരുന്നു. എന്തായാലും താങ്കളെ കണ്ടതിൽ സന്തോഷം. എൻ്റെ പേര് കാസ്പിയൻ എന്നാണ്. അത് മാത്രമല്ല ഈ ബ്രാഞ്ചിൻ്റെ ഇൻചാർജ് ഞാനാണ്. യൂഷ്വലി ഈ ഒരു എക്സാമിന് വേണ്ടി കുറച്ചധികം ആപ്ലിക്കേഷൻസ് ഒക്കെ ഫിൽ ചെയ്യാനുണ്ട്. പക്ഷേ ഒരു ഫ്ലെയിംസ്വർത്തിനെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. സോ ജാസ്മിൻ്റെ ഫാമിലി അത്രയധികം സ്പെഷ്യൽ ആണല്ലേ. പക്ഷേ ഇനി അവശേഷിക്കുന്നത് ഞങ്ങളുടെ എക്സാമിനേഴ്സുമായിട്ട് ഒരു മോക്ക് ഡ്യുവൽ മാത്രമാണ്. അല്ല, നിന്റെ വെപ്പൺസ് വെച്ച് നോക്കിയിട്ട് നീ ഒന്നെങ്കിൽ ഒരു ഫൈറ്റർ അല്ലെങ്കിൽ ഒരു അജൂമിനേറ്റർ ആണ്. എന്തായാലും പേരിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. രജിസ്ട്രേഷന് നമുക്ക് ഏത് പേര് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് നീ ഫ്ലെയിംസ്വർത്തിൻ്റെ ഒരു ക്ലോസ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ എന്തുവാണ് വിളിക്കേണ്ടത്? പുള്ളിക്കാരൻ ഷേക്ക് ഹാൻഡ് എടുത്തിട്ട് പറയുന്നുണ്ട്, എന്നെ നോട്ടെന്ന് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി, അവർ രണ്ടുപേരും പരസ്പരം സ്ട്രോങ്ങർ ആണെന്ന്. മേരി, ഇവർ രണ്ടുപേരും എന്തായാലും എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുചെല്ലു. ഫ്ലെയിംസ്വർത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ റെസ്പെക്റ്റ് അത് ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. സോ അവളുടെ ഫാമിലിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ അവളുടെ ഫാമിലിനെ പറ്റി പറയാൻ നേരത്ത് അവൾക്ക് അതത്ര ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മിസ് ഫ്ലെയിംസ്വർത്ത്, ഇവിടേക്ക് കയറിക്കോളൂ. ഇവിടെയാണ് ആ ടെസ്റ്റ് ഒക്യൂർ ആവുന്നത്. നിങ്ങൾക്ക് അകത്തേക്ക് കയറി അവിടെയുള്ള റിമൈനിങ് സീറ്റിൽ ഇരിക്കാവുന്നതാണ്. താങ്കളുടെ പേര് വിളിക്കാൻ നേരത്ത് അവിടേക്ക് ചെന്നാൽ മാത്രം മതി. അങ്ങനെ അവരകത്തേക്ക് കയറുന്നുണ്ട്. അതൊരു വലിയൊരു ഹാളായിരുന്നു. അവിടെ കറൻലി ഒരു ഫൈറ്റ് നടപ്പുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ അവനെ ആ ഒരു എക്സാമിനർ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ ഒരു ഡി റാങ്ക് കൊടുക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ അടുത്ത ആളെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റൊരു പയ്യൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവനായിട്ട് ഭയങ്കര അരങ്ങേറ്റാണ് പെരുമാറുന്നത്. അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാര്യം അവൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്. ഇവിടെയൊക്കെ വല്ല ഈ റാങ്കിന് കൊടുത്താൽ പോലെ എന്നാണ് അവൻ ചോദിക്കുന്നത്. ആർത്തറും അപ്പോഴാണ് അവനെ ശ്രദ്ധിക്കുന്നത്. അവൻ നല്ല സ്ട്രോങ്ങർ ആണെന്ന് ആർത്തറിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അവളാട്ടെ അവിടെ പോയി അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഡാനിയ വൈറ്റ് ഹോൾ എന്നാണ്. എനിക്കിപ്പോൾ 18 വയസ്സാണുള്ളത്. ഞാനിപ്പോൾ കറൻ്റ് സോളിഡ് ഓറഞ്ച് സ്റ്റേജിലാണുള്ളത്. അത് മാത്രമല്ല എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വാട്ടറിൽ മാത്രമാണ്. ഓറഞ്ച് സ്റ്റേജ് അത് കഴിയാൻ നേരത്താണ് യഥാർത്ഥ ടെസ്റ്റ് തുടങ്ങുന്നത്. കാര്യം അത് കഴിയുമ്പോഴാണ് പല സ്പെഷ്യാലിറ്റിയിലേക്ക് മാറാൻ തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ 4 എലമെൻറ്റ് മാറ്റി ഒരു പർട്ടിക്കുലർ എലമെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ ആ ഒരു എലമെൻറ്റിലെ മാക്സിമം സ്ട്രെങ്ത് ആക്കാൻ തുടങ്ങും. ആ ഒരു ടൈമിൽ ആ ഒരു എക്സാമിനർ പറയുന്നുണ്ട്, നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നും വേണ്ട, കാര്യം ഓൾറെഡി നിന്നെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് തുടങ്ങാല്ലേ. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു പെൺകുച്ചി ഒരു അറ്റാക്ക് അങ്ങോട്ട് യൂസ് ചെയ്യും. എന്നാൽ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി അതിൻ്റെ കൗണ്ടർ അറ്റാക്ക് യൂസ് ചെയ്ത് അവളെ അങ്ങോട്ട് തീർക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് കാണുന്ന ആർത്തർ പറയുന്നുണ്ട്, അതെന്തായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ലൈക്ക് എക്സാമിനർ ആദ്യം തന്നെ ഡയനയുടെ വിഷൻ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരുടെ ആ ഒരു പ്രൊട്ടക്റ്റീവ് സ്പിയറിനെ നശിപ്പിച്ച് കളഞ്ഞു. എന്നാൽ പെട്ടെന്ന് എക്സാമിനറിൻ്റെ എല്ലാ അറ്റാക്കും അവൾ പുറത്തേക്ക് റിപ്പൽ ചെയ്യും. എന്നിട്ട് അടുത്തൊരു അറ്റാക്കിന് വേണ്ടി റെഡ് ആയിട്ട് നിന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു വാട്ടർ മിസൈലായിരുന്നു. പക്ഷേ ആ ഒരു അറ്റാക്ക് നമ്മുടെ എക്സാമിനർ ഡോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു ടൈമിൽ തന്നെ അവൾ നിരവധി മറ്റു കുറച്ച് അറ്റാക്കും കൂടെ ചെയ്യും. എന്നാൽ ആ ഒറ്റ കൊന്നും തന്നെ എക്സാമിനറിൻ്റെ മേത്ത് ചെല്ലുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. ഓരോ അറ്റാക്സ് കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായ അവളാളുടെ കറൻലി ഇപ്പോൾ കുറച്ചധികം ഒരേപോലത്തെ അറ്റാക്സ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം എക്സാമിനർ അവിടെ ഇല്ലായിരുന്നു. പെട്ടെന്ന് അവളുടെ പുറകിൽ വന്ന് നിന്നിട്ട് അവളുടെ തലക്കെട്ട് ഒരു കൊട്ടു കൊടുത്തിട്ട് പറയുന്നുണ്ട്,
നിന്റെ സ്പെൽ കാസ്റ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം മികച്ചത് തന്നെയാണ്. പക്ഷേ നീ നിന്റെ ആ ഒരു ഡിഫൻസിൽ മാത്രം കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നീ മറ്റ് ഡിഫൻസ് മെക്കാനിസം ഒന്നും നീ പഠിച്ചില്ല. പക്ഷേ നിന്റെ എഫിഷ്യൻസിയും മാന കൺട്രോളും എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നീ ഒരു സി ക്ലാസ് ആണ്. സി ക്ലാസ് എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല. അത് അവളുടെ പ്രായം വെച്ച് നോക്കാൻ നേരത്ത് അടുത്തത് എലിച്ചാനായിട്ട് എന്ന് പറയുന്ന ഒരാളായിരുന്നു. എന്നിട്ട് പെട്ടെന്നായിരുന്നു ആ മാമിൻ്റെ അടുക്കെ പോയി ആ പേപ്പറൊക്കെ കാണിക്കുന്നത്. കുറച്ച് കഴിയാൻ നേരത്ത് മറ്റൊരു ഇൻസ്ട്രക്ടർ പറയുന്നുണ്ട്, നിന്റെ ഇൻഫോർമേഷനൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നിന്നെ ഓൾറെഡി ഞങ്ങളൊരു ബി റാങ്ക് ക്ലാസ് അഡ്വഞ്ചറായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു എക്സാം പോലും പാസ്സാകാതെയാണ് ഒരുത്തൻ അവിടെ ഒരു ബി റാങ്ക് 100 ആയിട്ട് മാറിയത്. അങ്ങനെ അടുത്ത ആളെ വിളിക്കുന്നുണ്ട്. അവൻ്റെ പേര് ലൂക്കസ് എന്നായിരുന്നു. അത് മറ്റാരുമില്ല, നേരത്തെ കാണിച്ച ആ ഒരു അരങ്ങൻ്റെ പയ്യനില്ലേ അവനായിരുന്നു. സോ അടുത്ത എ ക്ലാസ് അഡ്വഞ്ചർ വരാൻ ടൈമായെന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ അടുക്കി വന്നിട്ടുള്ളത്. അത് മാത്രമല്ല പുള്ളിക്കാരി വായിച്ച് നോക്കുന്നുണ്ട്. അവനായിട്ട് 11 വയസ്സുള്ളപ്പോഴാണ് ലൈറ്റ് ഓറഞ്ച് സ്റ്റേജ് കോൺകർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫയറാണ്. പക്ഷേ അവനൊരു നിപ്പും ഭാവമൊക്കെ കാണാൻ നേരത്ത് അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാര്യം അത്രത്തോളം അരവിൻ്റെ ആയിട്ടായിരുന്നു. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്ന അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ ഒരു സ്പെല്ല് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ഗാർഡിയനെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് കുറച്ച് ടാലൻ്റ് ഉള്ളവരെ കാണാൻ സാധിക്കുമല്ലേ. ഒരു ഫ്ലെയിങ് ഗാർഡൻ, അതും ഇത്ര സ്റ്റേബിളായിട്ടും ഇത്ര ഡീസൻറ്റ് സൈസും, അതൊട്ടും നിസ്സാരമല്ല. അതെന്തായാലും കുറച്ച് നല്ല കാര്യം തന്നെയാണ്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു ഗാർഡൻ അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ അവളാട്ടെ അതൊക്കെ ഒരു ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അതിനങ്ങോട്ട് ട്രാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ മിസ് എക്സാമിനർ, താങ്കൾ കുറച്ച് താമസിച്ചു പോയല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയുള്ള എക്സാമിനേഴ്സ് ആരും ഇതുവരെ ഇഞ്ചേർഡ് ആയിട്ടില്ലെന്ന്. സോ നമുക്കതൊന്നും പരീക്ഷിച്ചില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു അറ്റാക്ക് അങ്ങോട്ട് പുള്ളിക്കാരുടെ ചുറ്റിനും ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അറ്റാക്ക് ചെയ്യാനായിട്ട്. എന്നാൽ പെട്ടെന്ന് പുള്ളിക്കാർ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അതിനെ എല്ലാത്തിനും തന്നെ നശിപ്പിച്ച് കളയുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ എക്സ്പ്ലോഷീവ് പവർ കാരണം തന്നെ പുള്ളിക്കാരിക്ക് അവിടെ നിന്ന് ഡോഡ് ചെയ്ത് മാറേണ്ട കാര്യം കൂടി ഉണ്ട്. അവൻ്റെ ഓരോ അറ്റാക്സും പുള്ളി പെട്ടെന്ന് തന്നെ ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. നേരെ വന്ന് നമ്മുടെ ലൂക്കസിനിടയ്ക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ട് അവൻ്റെ കാലെ പിടിച്ച് അങ്ങനെ പൊക്കിയെടുത്തിട്ട് താഴത്തേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാർ പറയുന്നുണ്ട്, നീ കുറച്ച് ടാലൻറ്റഡ് ആണ് എന്തായാലും, പക്ഷേ നിൻ്റെ റോ മാനപ്പോളും ബാക്കിയുള്ള കാര്യങ്ങളും നിൻ്റെ പൊട്ടൻഷ്യലൊക്കെ വെച്ച് നോക്കാൻ നടന്ന് പറയാൻ തന്നെ അവൻ നേരെ അവളൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്തിരുന്നു. എക്സാം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഡിഫീറ്റ് ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു അറ്റാക്ക് അവളെ പൊതിഞ്ഞ് കെട്ടുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു എക്സാമിനർ അവിടേക്ക് വന്ന് അതങ്ങോട്ട് തട്ടിക്കളയുന്നുണ്ട്. ഈ സമയത്ത് ലൂക്കസ് ദേഷ്യം നട്ട് കിടന്ന് കാറുന്നുണ്ട്, നീ ആരാടാ എൻ്റെ എക്സാം തടയാനായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കിടന്ന് ദേഷ്യപ്പെട്ടാണ്. അവൻ പറയുന്നുണ്ട്, ഓൾറെഡി നിൻ്റെ എക്സാം കഴിഞ്ഞു, നീ റൂളും ബ്രേക്ക് ചെയ്തു, സോ നീ മര്യാദക്ക് നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ആര് പറഞ്ഞു? ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചില്ല. അടുത്തൊരു അറ്റാക്ക് ഞാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. അത് മാത്രമല്ല എല്ലാം എൻ്റെ കൺട്രോളിലായിരുന്നു. ഈ സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, മാം ഇതിന് എന്തെങ്കിലും തീരുമാനം എന്തായാലും താൻ റിസൾട്ട് അനൗൺസ് ചെയ്യും. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത് നിൻ്റെ മാനപ്പുളും ബാക്കിയുള്ള കൺട്രോളും എല്ലാം അടിപൊളിതാണ്. പക്ഷേ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല, നിനക്ക് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെക്കാൻ പോകുന്നത് ഒരു ബി ക്ലാസ്സിലേക്കാണ്. ഇത് കേട്ട് ദേഷ്യം വന്നുകൊണ്ടാണ് അവൻ നേരെ പുറത്തേക്ക് വരുന്നത്. കാര്യം അവൻ വിചാരിച്ച പോയത് എ ആണെങ്കിൽ അവന് കിട്ടിയത് ബി ആയിരുന്നു. അവൻ പറയുന്നുണ്ട്, ഇതെൻ്റെ അച്ഛൻ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ എല്ലാത്തിനെയും പണി തീരൂ. എന്നിട്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആർത്തറിൻ്റെ ആയിരുന്നു. പുള്ളിക്കാരൻ്റെ പതൊക്കെ നടന്ന് അവിടേക്ക് ചെല്ലുന്നുണ്ട്. സോ പുള്ളിക്കാരൻ ഇങ്ങനത്തെ അറ്റാക്ക് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. ഈ സമയത്ത് പുള്ളിക്കാരൻ ടൈമിലെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു എക്സാമിനർ അവൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നുണ്ട്. സോ നീ ആണല്ലേ അടുത്ത ആളെന്ന് പറഞ്ഞ് തീരുന്ന സെക്കൻഡ് തന്നെ അവൻ്റെ ചുറ്റിനും ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടും. അവന് ഭയം എന്തെന്ന് മനസ്സിലായി. അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് നിസ്സാരമായ ഒരാളല്ലെന്ന് മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. അടുത്തൊരു ഏത് അറ്റാക്ക് ചെയ്യണമെന്ന് ഒരു എക്സാമിൻ്റെ തന്നെ ഡൗട്ടാവും. പെട്ടെന്നായിരുന്നു ആ ഒരു സൗണ്ട് കേൾക്കുന്നത്, മതി. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ കാസ്പിയർ ആയിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അവനെ ഞാനായിരിക്കും ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സാർ, ഞാൻ കുറച്ച് റോഡാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. താങ്കളെപ്പോലൊരു മേജ് എന്തിനാണ് ഇതേപോലെ ഒരാളുമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്? സാർ, അത് കുറച്ച് മോശമല്ലേ? താങ്കളുടെ ഹെറിറ്റേജിനെ ബാധിക്കത്തില്ലേ? എടാ നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ സ്ട്രെങ്തിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടൊന്നുമില്ല. പക്ഷേ എന്തോ അവൻ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒരു താല്പര്യം. അത് മിസ്റ്റർ നോട്ടിന് പ്രശ്നമൊന്നും ആകത്തില്ലല്ലോ. പുള്ളിക്കാരന് അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവനും അതേപോലെ നമ്മുടെ ആർത്തറും റെഡി ആയിട്ടുണ്ട്. പക്ഷേ ആർത്തറായിട്ട് നല്ലധികം എക്സൈറ്റഡ് ആയിരുന്നു. പുള്ളിക്കാരന് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോണൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ആർത്തർ നിൽക്കുന്നത്. നോട്ട്, ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊള്ളൂ, ഫ്ലെയിംസ് വർത്തിൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞാലും ഞാനിവിടെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും തരത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർത്തറായിട്ട് അത് ഡോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ടൈമിൽ തന്നെ ആ താഴത്തേക്ക് വീഴുന്നുണ്ടെങ്കിലും അടുത്ത സെക്കൻഡ് തന്നെ ആർത്തർ അവിടുന്ന് ചുരുങ്ങി മാറി അവനും വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്കും അവൻ ഡോഡ് ചെയ്ത് മാറും. കാസ്പിയർ കുറച്ച് ബാക്കിലേക്ക് മാറി അടുത്ത സെക്കൻഡ് തന്നെ ആർത്തർ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ചാടി വീണിട്ടുണ്ട്. എന്നിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന കാസ്പിയർ ശരിക്കും ഞെട്ടിപ്പോയി. അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അപ്പുറമായിരുന്നു. അവൻ പറയുന്നുണ്ട്, എക്സലൻറ്റ്.
അപ്പോൾ വീണ്ടും നേരെ അവർ അറ്റാക്കിന് വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് വീണ്ടും കട്ടി കൂടിക്കൊണ്ടേ വരുവാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അവർ തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ അങ്ങനെ ശക്തിയായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നെങ്കിലും ആർത്തറിന് അങ്ങനെ അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു എന്ന് തന്നെ പറയണം. കാര്യം പുള്ളിക്കന്നെ വളരെയധികം വലിയൊരു ഡിസഡ്വാൻറ്റേജ് കൂടി ഉണ്ടായിരുന്നു. കാര്യം പുള്ളിക്കൻ്റെ മസിലും പുള്ളിക്കൻ്റെ അൺഡെവലപ്ഡ് ആയുള്ള ബോഡിക്കും അവൻ്റെ കൂടെ അവൻ്റെ മനസ്സിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈവൻ ദോ കാസ്പെയർ ചെയ്യുന്ന ഓരോ അറ്റാക്സും സക്സസ്ഫുള്ളി തന്നെ ഡോഡ്ജ് ചെയ്ത് മാറ്റി കറക്റ്റ് പ്രോപ്പർ ഒരു ടൈം കിട്ടിയപ്പോൾ ഒരു കൗണ്ടർ അറ്റാക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്ക് കാസ്പെയർ ബ്ലോക്ക് ചെയ്ത് മാറുന്നുണ്ട്. ഈ സമയത്ത് ആർത്തറിന് മനസ്സിലായി ഇങ്ങനെ പോയിട്ട് കാര്യമില്ലെന്ന്. എന്നാൽ ആ ടൈമിലാണ് കാസ്പെയർ പുള്ളിക്കന്നെ മാനെല്ലാം കൂടെ ആ ഒരു സോഡിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യത്തില്ല. ഈ സമയത്ത് ആർത്തറിൻ്റെ ബോഡി അവനോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, ആ ഒരു അറ്റാക്ക് എന്തൊക്കെ വന്നാലും ഹെഡ് ഓൺ മേടിക്കാൻ പാടില്ല. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു അറ്റാക്ക് ആർത്തർ ഡോഡ്ജ് ചെയ്ത് മാറിയിട്ടുണ്ട്. വിൻ ബുള്ളറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണ്, അത് വളരെയധികം ഫാസ്റ്റ് ആണ്, അത് കാണാനായിട്ട് നിയർലി ഇമ്പോസിബിൾ ആണ്. പക്ഷേ അത് വരാൻ പോകുന്ന പാത്ത് സത്യം പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഓരോ അറ്റാക്സും സക്സസ്ഫുള്ളി തന്നെ നമ്മുടെ ആർത്തർ പ്രെഡിക്റ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. പെട്ടെന്ന് അവൻ 3 കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഒരെണ്ണം ഡോഡ്ജ് ചെയ്ത് മാറിയിട്ട് 2 ആർത്തർ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിലേക്ക് അവൻ്റെ ആ സോളിലേക്ക് പുള്ളിക്കാരൻ ഫയർ എലമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതും കൊണ്ട് കാസ്പറിൻ്റെ മേലെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവനതൊരു ഡോഡ്ജ് ചെയ്ത് മാറിയിട്ട് പറയുന്നുണ്ട്, സോ നീ ഒരു ഫയർ മേജ് ആണല്ലേ. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ വീണ്ടും ശക്തി കൂടി. ആ ഒരു സമയത്ത് അവിടെ വലിയൊരു ഷോക്ക് വേവ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നിട്ട് പുള്ളിക്കാരൻ കാസ്പെയർ മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു AA ക്ലാസ് അഡ്വഞ്ചറാണ്. ഓരോ അജുമിനേറ്ററും ആഗ്രഹിക്കുന്ന ലോങ് റേഞ്ചുള്ള സ്പെൽസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്താണെന്നറിഞ്ഞൂടാ, ഇവനായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ ശരിക്കും നെർവസ് ആവുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. സോ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ സീരീസ് മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനും പോകുന്നത്.